പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടാണ് ലൈവ് വരുന്നത്. അതിന് കാരണമുണ്ട്. ഇതുവരെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല, ഇപ്പോഴും ആഘോഷിക്കുന്നില്ല. എന്നാൽ ഒരു ഫോട്ടോ ഞങ്ങളുടെ ഇടുകയാണ്. അതായത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 53 വർഷമായി. ഞങ്ങളിതുവരെ ഒരു വിധത്തിലൊരു ആഘോഷവും നടത്തിയിട്ടില്ല. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പുത്തഞ്ചാവി പള്ളിയിൽ ഒരു പുരോഹിതൻ വന്നു. അദ്ദേഹം വന്നിട്ട് എല്ലാ വീടുകളിലും അവരുടെ ചിങ്കിടികൾ കൊണ്ടുവന്ന് എല്ലാ വീട്ടിലെയും കുഞ്ഞുങ്ങളെയും എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും മാരേജ് കഴിഞ്ഞവരുടെ അവരുടെ ഡേറ്റും ഒക്കെ എടുത്തിട്ട് ചോദിച്ചാൽ പുറത്ത് റെക്കോർഡ് സൂക്ഷിക്കാനാണ്. എന്തിന്? അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ കവർ വീട്ടിൽ വരാൻ തുടങ്ങി. ഓരോ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെയും ബർത്ത്ഡേയുടെയും. എന്തുവാ അവിടെ മദ്ബഹായിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ നമ്മളിവിടെ പട്ടിണി കിടക്കുന്നൊന്നും തിരക്കുന്നില്ല, പട്ടിണിയാണോന്നും തിരക്കുന്നില്ല. നിങ്ങളെ ജന്മദിനം ആഘോഷിക്കുന്നൊന്നും നിങ്ങൾ തിരക്കുന്നില്ല. ഈ പട്ടിണി പോട്ടെ, ഈ വാർദ്ധക്യമായപ്പോഴും നിങ്ങൾക്കിപ്പോഴും സുഖമാണോ, വല്ല അസുഖം ഉണ്ടോ എന്ന് പോലും ഒന്ന് പിടിച്ചു ചോദിക്കാൻ മെനക്കെടാത്ത ഈ കുളം പിടിക്കാത്തവന്മാർ മദ്ബഹായിൽ ആഘോഷം തുടങ്ങി. കവറുകളൊന്നും ഞാൻ കൊടുത്തില്ല, എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ അവർ സൂക്ഷിക്കണ്ട. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അവർ മദ്ബഹായി ആഘോഷിക്കണ്ട. ഈ പൈസ മേടിച്ച് ആരുടെ മണ്ടയ്ക്ക് അടിക്കാനാ? നിനക്കൊക്കെ സുഖമായി ജീവിക്കാനല്ലേ, അല്ലാതെ വേണമല്ലോ. ഇന്ന് ഞാൻ കണ്ടു, ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവാം. സെമിനാരിയിൽ ഓണാഘോഷം നടത്തി, വൈദിക സെമിനാരിയിൽ. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. ഇന്ന് ഞാൻ പറയും. അത് ഈ പുരോഹിത വർഗം ഇത്രയും യേശുവിനെ ക്രൂശിക്കാൻ മുന്നോട്ട് വന്നവർ, അവർ ഇന്ന് അമേരിക്ക വരെ മർത്തമറി സമാജത്തിൻ്റെ വാർഷികം ആഘോഷിക്കുക. ഈ ഓർത്തഡോക്സ് സഭയിലെ ആണുങ്ങളില്ലയോ? അത് അവരുടെ ആവശ്യമില്ല. ഈ പുരോഹിതന്മാർ മതിയല്ലോ, അവരുടെ പുറകെ പിടിച്ചോണ്ട് പോയിരിക്കുക. ആദിയിൽ ആ സ്ത്രീ ഹവ്വായെ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന വശീകരിച്ചെന്ന് പറയുന്നു. ആദാമിൻ്റെ അടുത്തല്ല പോയത് സാത്താൻ. അപ്പം സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നെങ്കിൽ ഇന്ന് ഈ പുരോഹിതവർക്കുമായിട്ടാണ് സാത്താൻ വന്നേക്കുന്നത്. പെണ്ണുങ്ങളെ വശീകരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും പുരുഷന്മാരെ അവരുടെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾക്ക് പ്രയോജനം കൊടുക്കുക, അവരെ ഓരോ വിധത്തിൽ അവർ വഴി തെറ്റിച്ച് വിടുക. എന്തിന്? കുടുംബത്തിലെ വിളക്കായിരിക്കുന്ന സ്ത്രീയെ അവർ കുടുംബത്തിൽ നിന്ന് വെളിയിറക്കി 24 മണിക്കൂർ എന്തിന്? പകൽ മുഴുവൻ അവരുടെ കൂട്ടത്തിലാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട് അന്ധകാരത്തിലാണ്. നോക്കണം, വിളക്കില്ലെങ്കിൽ വീട്ടിൽ വെളിച്ചമുണ്ടോ? ഞാൻ ഈ ഓർത്തഡോക്സ് സഭയിലെ എൻ്റെ സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ വിപത്തുകൾ നിങ്ങൾ അനുഭവിക്കും. ഏതായാലും സഹോദരികളെ 53 വർഷം ദൈവം ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കൂടെ ജീവിക്കാൻ അവസരം തന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും നന്ദി.